ലോകം മുഴുവനുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഈ സിനിമയുടെ ഒരു വിജയത്തിനെ കുറിച്ച്. അതിന് മീഡിയയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഇപ്പോഴും പക്ഷേ സിനിമയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂ ഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി കാണുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ അത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവാതിരിക്കാൻ കുറച്ചു നാളും കൂടെ ഇത് സീക്രട്ടായിട്ട് വെച്ചേ പറ്റുള്ളൂ. പക്ഷെ കുറേ അധികം നല്ല നല്ല കോമൻസ് സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള കോമൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ കോപ്പി പേസ്റ്റ് കോമൻസും വരുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ട്രെൻഡാണത്. ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് ഇതാ ഇവിടെ എൻറ്റയർ അല്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററുള്ള ഒരാൾ ഇതുവരെ തല പുറത്ത് കാണിച്ചിട്ടില്ല. മിസ്റ്റർ ജോൺ വന്ന് പുറകിലിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യം ചോദിക്കുക എന്നുള്ള പേടിയിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ ആരംഭിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ്. ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 24 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട്. ആമീൻ. അത് തന്നെയായിരുന്നു ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 4 വർഷം എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പ്രീസ്റ്റ് റിലീസായി 21 കഴിഞ്ഞ് 25 കൃത്യം 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ള. ഒരുപാട് സന്തോഷം തന്നെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനൊരു നല്ല സമയവും മോശ സമയവും വരും. അപ്പം എനിക്ക് തോന്നുന്നൊരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്നൊരു നല്ല സമയം ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ലെറ്റ്സ് സീ. ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ ഇത് ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിലൊക്കെ തന്നെ ഉണ്ടായ കുറേ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാജുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജിന് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എനിക്കും വന്നു. എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം.
മമ്മൂക്കോടെ ഇനീഷ്യലി ഇത് പിച്ച് ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞത് മമ്മൂക്കോടെയാണെന്ന് പറഞ്ഞു. അപ്പൊ തന്ന ഇൻപുട്ടും ക്ലൈമാക്സ് ഏരിയയിൽ തന്ന ഇൻപുട്ടും മമ്മൂക്കയാണെന്ന് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ദാറ്റ് മമ്മൂക്ക തന്നിട്ടുള്ള കഥ കേട്ടോടനെ സ്പാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആൻഡ്രോച്ചൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാളും നല്ലത് ശരിക്കും ഉണ്ടായൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണൊരു കാര്യം പറഞ്ഞു തന്നു. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്, അവർക്കിടയിൽ നടന്നൊരു സംഭവമാണ്. അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അതേ ഡിലേമ തന്നെയാണ് ഉള്ളത്. ലക്കൊന്നല്ല, ഞാനിതിന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലക്കുണ്ടോന്നല്ല, ഐ എം വർക്കിംഗ് ഫോർ ഇറ്റ്, അത്രേ ഉള്ളൂ. സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പം പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്. ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി, അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ക്യാരക്ടർ, ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയതിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിന് മുന്നേ അത് സിനിമയിൽ വന്നു. അതെ അത് സത്യമാണ്. അങ്ങനെ ഒരു നടിയാവണം എന്നൊക്കെ എൻ്റെ മൈൻഡിൽ പോലും ഒന്നുമില്ല. അതൊന്ന് എൻ്റെ ഒരു പാഷനോ എന്തെങ്കിലും ഒരു ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡൻ്റലി എത്തി. അതെ, എന്തോ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് എത്തി. പക്ഷെ ഇപ്പോൾ സന്തോഷമുണ്ട്. ഓ, സയൻസ് ഫിക്ഷൻ ഇല്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ്. കുറേ നാളായി കുഴിച്ചിടലും കുഴിതോണ്ടലും തുടങ്ങിയിട്ട് ഇനി എത്രയും വേഗം ഒരു റോം കോം ചെയ്യുക, കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുക. ഇല്ല, ഞാൻ എൻ്റെ പോസ്റ്റ്പോണ്ടായിരിക്കുന്ന ഒരു സിനിമയേ ഉള്ളൂ, അത് ടിക്കിറ്റാക്കിയാണ്. ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, അത് റിക്കവർ ആയാൽ ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് മാറ്റി വെച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. വെരി സൂൺ. ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട 2-3 ആളുകളുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങൾ, ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല. എങ്കിലും സെറിൻ, ഉണ്ണി, പേര് പറഞ്ഞല്ല, മേഘ, ഇവരെല്ലാരെയും പറ്റിയിട്ട് പറയണം എന്നുണ്ട്. പക്ഷെ അറിയാലോ, സിനിമ ഇനി കാണുമ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സാറിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടിയാണ്. അപ്പം സാറിൻ്റെയും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സാറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും, മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭാമ മറന്നതല്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ, ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ്. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. അപ്പു 2 വാക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. താങ്ക് യു എവരിവൺ. കേൾക്കുന്നില്ല?
എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ജോഫിനോടാണ്. കാരണം കമേഴ്ഷ്യൽ സിനിമയിൽ എനിക്ക് മലയാള കമേഴ്ഷ്യൽ സിനിമയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ അത്രയും സമയം എടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ്. ഇപ്പോൾ ഷമീറിനെ പറ്റി പറയുമ്പോൾ ഷമീർ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇത് ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി, ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റിനെയും മനസ്സിലാക്കി ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന് ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോയം പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത്. അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനോടകം തന്നെ ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാം. പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്. സറിൻ